الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ, സൂക്ഷ്മതയോടെ, ഭയഭക്തിയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി വിശുദ്ധ റമദാൻ മാസത്തിൽ എത്തിപ്പെടാനും വ്രതമനുഷ്ഠിക്കുവാനും അതുമായി ബന്ധപ്പെട്ട പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. നാം അതിനേറെ അള്ളാഹുവിനെ സ്തുതിക്കുക. നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, നാട്ടുകാർ, വിവിധ പ്രായത്തിലുള്ള പലരും കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് നമ്മോട് യാത്ര ചോദിച്ചു പോയിട്ടുണ്ട്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത ലഭ്യമായ വളരെ അനുഗ്രഹീതമായ ഓരോ നിമിഷങ്ങളെയും എത്രത്തോളം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് പരിശോധിക്കുകയാണ്, ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ നിലയ്ക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആലോചിക്കുവാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം, ഏതൊരു ഇബാദത്തും ഒരു ആരാധനാ കർമ്മവും അതിൻ്റെ ചൈതന്യം എന്താകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിത്തറ യഥാർത്ഥത്തിൽ കെട്ടിപ്പടുക്കപ്പെടുന്നത് വിശ്വാസത്തിലൂടെ ആയിരിക്കണം എന്നതാണ് മതം പഠിപ്പിക്കുന്നത്. വിശ്വാസമില്ലാത്ത പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യമായിരിക്കുകയില്ല, പരലോകത്ത് പ്രതിഫലാർഹമായിരിക്കുകയില്ല, അള്ളാഹുവിങ്കൽ അംഗീകരിക്കപ്പെടുകയില്ല എന്ന് വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മാർഗത്തിലൂടെയുള്ള ബഹുദൈവ വിശ്വാസം കടന്നു വന്നാൽ വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അള്ളാഹു ഉണർത്തിയത് അങ്ങനെയാണ്. നിനക്കും നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകന്മാർക്കും നാം വഹി നൽകിയിരിക്കുന്നു. നീ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിഷ്ഫലമായിരിക്കും. ലയഹ്ബതന്ന അമലുക എന്നാണ് അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചത്. നമ്മുടെ പ്രവർത്തനം മുഴുവനും നിഷ്ഫലമായി പോകും, വട്ടപൂജ്യമായിരിക്കും, ശുദ്ധമായ ശൂന്യമായിരിക്കും എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യപൂർവ്വം ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം, വിശ്വാസത്തോടുകൂടി, ഈമാനോടുകൂടി ആയിരിക്കണം നമ്മൾ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കേണ്ടത്. റമദാൻ സമാഗതമായാൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു പ്രവാചക വചനം നമുക്ക് സുപരിചിതമാണ്, അതുകൊണ്ട് ആവർത്തിക്കേണ്ടതില്ല. എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു: മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാനിൽ വ്രതമനുഷ്ഠിക്കുന്നു,
അവിടെ 2 ഷർത്തുകളാണ്, 2 നിബന്ധനകളാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിരുന്നത്. ഒന്ന് ഈമാൻ, വിശ്വാസത്തോടു കൂടിയായിരിക്കുക എന്നുള്ളത്. മറ്റൊന്ന് ഇഹ്തിസാബാണ്, നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ പുണ്യം ലഭിക്കണമെന്ന തേട്ടത്തോടു കൂടിയായിരിക്കുക നമ്മൾ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രാധാന്യപൂർവ്വം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഏത് ഇബാദത്തുകൾക്കും ഇത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും എല്ലാ പ്രവർത്തനങ്ങളും നിയ്യത്തനുസരിച്ച് കൊണ്ടാകുന്നു എന്നാണ്. നിയ്യത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉദ്ദേശ ശുദ്ധിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശമാണ്, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ അമലുകൾ എന്ന് നമ്മൾ ചേർത്ത് വായിക്കുക. കേവലം പട്ടിണി കിടന്നതുകൊണ്ട് മാത്രമാകുന്നില്ല. ഒരു മനുഷ്യൻ സ്വാഭാവികമായും ഉപവാസം അനുഷ്ഠിക്കുന്നു. പല രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പല സംഘടനകളും ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. അതിൻ്റെ രൂപത്തിലും സ്വഭാവത്തിലും വ്യത്യാസമുണ്ടാകും. അങ്ങനെ ഒരാൾ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുകയോ ആഹാരപാനീയങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള ഉപവാസം അനുഷ്ഠിക്കുന്നത് കൊണ്ട് അത് നോമ്പായി തീരുകയില്ല. നോമ്പ് എന്നുള്ളത് നമ്മൾ ആ ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അള്ളാഹുവിലുള്ള വിശ്വാസത്തോടു കൂടി നിർവഹിക്കേണ്ടതാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് സുപരിതമായ ഒരായത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവനെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇഖ്ലാസോടു കൂടിയാണ്. തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടിയായിരിക്കണം, നിറഞ്ഞ മനസ്സാന്നിധ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കർമ്മം സ്വാഭാവികമായും ആൾക്കൂട്ടത്തിൽ നിർവഹിച്ചു പോവുക എന്നതിലപ്പുറം വളരെ വ്യക്തമായി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ ഉള്ളറിഞ്ഞ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധത്തോടുകൂടി നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ നിലയ്ക്ക് ഈമാനോടുകൂടി ആയിരിക്കുക എന്നുള്ളതും അത് വളരെ കൃത്യമായും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുക എന്നുള്ളതും അത് നമ്മൾ ആത്മാർത്ഥമായി നിർവഹിക്കുക എന്നുള്ളതുമാണ് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, കമ്മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. എത്ര നോമ്പുകാരാണുള്ളത്, അവർ നോമ്പെടുത്തിരിക്കുന്നു, വ്രതമനുഷ്ഠിച്ചിരിക്കുന്നു, പക്ഷേ അവർക്ക് അവശേഷിക്കുന്നത് വിശപ്പ് മാത്രമാണ്. വിശപ്പ് സഹിച്ചു അല്ലെങ്കിൽ ദാഹം അനുഭവിച്ചു എന്നല്ലാതെ അതിൻ്റേതായ നേട്ടങ്ങളോ ഗുണങ്ങളോ പ്രതിഫലമോ നേടിയെടുക്കാൻ കഴിയാത്ത എത്ര നോമ്പുകാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോമ്പ് നോൽക്കാത്തവരെ കുറിച്ചല്ലല്ലോ, നോമ്പ് നോൽക്കാത്തവനെ കുറിച്ചല്ല പ്രവാചകന്റെ പ്രതിപാദ്യം. നോമ്പെടുത്തിട്ടും ആ നോമ്പ് സ്വീകാര്യോഗ്യമല്ലാതെ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ ബോധ്യപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്, അതിൽ തുടർന്നുകൊണ്ട് വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സുഹൂർ. എത്ര നമസ്കാരക്കാരാണുള്ളത്, അവർ ദീർഘനേരം നിന്ന് നമസ്കരിച്ചിരിക്കും. ആ ഉറക്കം തൂങ്ങി നിന്നുകൊണ്ടുള്ള ആ നമസ്കാരം കൊണ്ട് അവർക്ക് ആകപ്പാടെ ബാക്കിയുള്ളത് ഉറക്കമൊഴിച്ചത് മാത്രമാണ് ബാക്കി. ആ നമസ്കാരത്തിൻ്റെതായ പ്രതിഫലമോ അതുകൊണ്ട് പരലോകത്തുള്ള ഗുണമോ നേട്ടങ്ങളോ സ്വന്തമാക്കാൻ സാധിക്കാതെ കേവലം നമസ്കാരം ബാഹ്യമായി നിർവഹിച്ചുകൊണ്ട് മാത്രം കടന്നു പോകുന്ന എത്ര ആളുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും അധികം ആലോചിക്കേണ്ടത് വളരെ കൃത്യമായിട്ടും നമ്മൾ ഈ 2 കാര്യത്തോടു കൂടി, ഈമാനോടും ഇഹ്തിസാബോടും കൂടി, വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി കർമ്മങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അവിടെ പ്രവാചകൻ പറഞ്ഞു, കുല്ല അമലി ബിനി ആദം യുളാഅഫ്. ആദം സന്തതികളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഇരട്ടിയായിട്ടാണ് പ്രതിഫലം കൊടുക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈക്വൽ പ്രതിഫലം കൊടുക്കുന്ന ഒരേർപ്പാടില്ല, ഒന്നിനൊന്നല്ല പ്രതിഫലം. അത് വളരെ വ്യക്തമായിട്ട് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. മിനിമം 10 ഇരട്ടിയാണ് പ്രതിഫലം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അൽ അസനത്തു അസറത് അംശാലിഹ. ഒരു 10 ഇരട്ടിയാണ് ഏറ്റവും മിനിമമായ കൂലി. ഒന്നിനൊന്ന് പ്രതിഫലം കൊടുക്കുന്ന ഏർപ്പാട് അള്ളാഹുവിനില്ല. എന്നിട്ട് വിശദീകരിക്കുകയാണ് പ്രവാചകൻ, ഇലാ സബ്ഇ മിഅത്തി ളഅഫ്. അത് 700 ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ 10 മുതൽ 700 ഇരട്ടി വരെയാണ് സ്വാഭാവികമായും സാധാരണ ഇബാദത്തുകൾക്ക്, സാധാരണ ആരാധനാകർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പ്രവാചകൻ വിശദീകരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ പറഞ്ഞതായി പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിട്ടാണ്, ഖാല അല്ലാഹു അസ്സ വജല്ല ഇല്ല സൗം. അവിടെ പ്രവാചകൻ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു അസ്സ വജല്ല പറഞ്ഞിരിക്കുന്നു നോമ്പൊഴികെ എന്ന്. ഇപ്പം നോമ്പ് അതിനപ്പുറമാണ്.
സ്വാഭാവികമായ എല്ലാ ഇബാദത്തുകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെയാണ് പ്രതിഫലമെങ്കിൽ നോമ്പ് അതിനപ്പുറം എത്രയോ ഇരട്ടിയാണ് അള്ളാഹു അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹദീസും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഹദീസും ചേർത്ത് വായിക്കുക. എത്ര നോമ്പുകാരാണുള്ളത്? അവർ പട്ടിണി കിടന്നത് മാത്രം ബാക്കി. ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ, നമ്മുടെ മനസ്സിൽ നിലനിൽക്കട്ടെ. മറുഭാഗത്ത് ഏതൊരു ഇബാദത്തിനും 10 മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നു. എന്നാൽ നോമ്പൊഴികെ, അഥവാ നോമ്പിന് അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അള്ളാഹു അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്യം രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ നോമ്പിനെ ഫലപ്രദമാക്കി മാറ്റേണ്ട റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്ന തേട്ടത്തോടുകൂടി, ആ മനസ്സാന്നിധ്യത്തോടുകൂടി, ആ ആഗ്രഹത്തോടുകൂടി, അതാണ് ഇഹ്തിസാബ്. ആ പ്രതീക്ഷയോടുകൂടി നമുക്ക് നോമ്പ് നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ മഹത്തരമായി നമ്മൾ കാണേണ്ടതാണ്. എന്നിട്ട് അള്ളാഹു അതിന് വിശദീകരണമായി പറഞ്ഞത് പ്രവാചകൻ ഉദ്ധരിക്കുന്നു. നോക്കൂ, നമ്മൾ ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, അവൻ എനിക്ക് വേണ്ടിയാണ് നോമ്പെടുത്തത്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്. ബാക്കി ഇബാദത്തിന് ആരാ പ്രതിഫലം കൊടുക്കാറില്ലല്ലേ? നിസ്കാരത്തിനും സക്കാത്തിനും സദഖത്തും മറ്റു കാര്യങ്ങൾക്കും ഹജ്ജിനും ഉംറക്കും ഒക്കെ ആരാ പ്രതിഫലം കൊടുക്കുന്നത്? പറയാനാണ്. പക്ഷെ പിന്നീട് എന്താണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? ആ നോമ്പിന്റെ സവിശേഷതയാണ്, അതിന്റെ മഹത്വമാണ്, അതിന്റെ ശ്രേഷ്ഠതയാണ്, ആ പ്രാധാന്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്കവിടെ സൂചിപ്പിച്ചിരുന്നത്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്. മാത്രമല്ല യദ്ഉ ശഹവതഹു വതആമുഹു മിൻ അജലി, എൻ്റെ കാരണത്താലാണ് അവർ ആഹാരപാനീയങ്ങളും ഒഴിവാക്കുകയും വികാരങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്, അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളിവിടെ നമസ്കരിക്കുന്നു എന്നുള്ളത് ആളുകൾക്ക് കാണാൻ പറ്റും. ഈ പള്ളിയിൽ വന്ന് നമസ്കാരം നിർവഹിച്ച് തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് തന്നെ പള്ളിയിൽ കാണാം, നമ്മൾ നമസ്കരിക്കുന്നത് കാണാം, നമ്മുടെ കുടുംബക്കാർക്ക് കാണാം. ഇന്ന് രാത്രി എൻ്റെ ഭാര്യയോടൊപ്പം അത്താഴം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഞാൻ വൈകുന്നേരം കടന്നു ചെന്നുകൊണ്ട് ഭാര്യയോടൊപ്പം നോമ്പ് തുറക്കുകയും ചെയ്യുന്നു. പക്ഷേ എനിക്ക് നോമ്പുണ്ട് എന്നോ ഭാര്യയ്ക്ക് നോമ്പുണ്ട് എന്നോ പരസ്പരം ഉറപ്പുവരുത്താൻ എന്താണ് മാർഗമുള്ളത്? ഒരു മാർഗവുമില്ല, ഒരു തെളിവുമില്ല. ആർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുക നോമ്പിനെ? അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് വേറെ ആരെയും കാണിക്കാൻ കഴിയാത്ത ഒരാമല. ഹജ്ജ് ചെയ്യാൻ കൂടെ വന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും, സക്കാത്ത് കൊടുക്കുന്ന സക്കാത്ത് കമ്മിറ്റിയെങ്കിലും അറിയാൻ സാധിക്കും. എന്നാൽ നോമ്പ് എന്നുള്ളത് മറ്റൊരാൾക്കും ലോകത്ത് കാണാൻ സാധിക്കാത്ത അമലാണ്. ആ അമലിന്റെ പ്രത്യേകതയാണ്. അതാണ് പ്രവാചകൻ ഇവിടെ വിശദീകരിച്ചത്. ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് അവർ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പിന്റെ മഹത്വത്തെ സംബന്ധിച്ച്, അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിരുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം 2 സന്തോഷാവസരങ്ങളുണ്ട് എന്നാണ്. ഏതാണ് 2 സന്തോഷാവസരങ്ങൾ? ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്, വയറ് നിറയെ തിന്നാൻ കിട്ടി എന്നുള്ള സന്തോഷമല്ല. പിന്നെന്താ? നോമ്പ് തുറക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ സന്തോഷം എന്താ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആയുസ്സിൽ ഒരിക്കൽ കൂടി പ്രതിഫലാർഹമായിരിക്കുന്ന ഒരു നോമ്പ് എനിക്ക് നോറ്റുവിട്ടാനും പൂർത്തിയാക്കാനും സാധിച്ചുവല്ലോ എന്ന മനം നിറയെ സന്തോഷത്തോടു കൂടിയാണ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. എൻ്റെ വിശപ്പും ദാഹവും ഒക്കെ പോയി നാടി നരമ്പുകളൊക്കെ നനഞ്ഞു, അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ഉറപ്പായി, അഥവാ പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ അള്ളാഹുവിനോട് തേടുന്നു എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ആ സന്തോഷം എന്താ? അള്ളാഹു ഉദ്ദേശിച്ചാൽ നമുക്കതിനുള്ള പൂർണ്ണമായ പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കും എന്നുള്ള ആ മനസ്സാന്നിധ്യത്തോടു കൂടിയുള്ള തേട്ടമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടെ ഉണ്ടാകേണ്ടത്. ഈ തേട്ടത്തെ, ഈ സന്തോഷാവസരത്തെ അള്ളാഹു ചേർത്ത് വെച്ചിരിക്കുന്നത് നാളെ പരലോകത്ത് നമ്മൾ നേർക്ക് നേരെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ആയുഷ്കാലം മുഴുവനുമുള്ള ഒരാഗ്രഹം, ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രത്യേകമായ താല്പര്യം, അതാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. നേർക്ക് നേരെ അള്ളാഹുവിൻ ലിഖാ, അവനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം. ആ സന്തോഷകരമായ സന്ദർഭത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവും നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷവും, ഇത് രണ്ടുമാണ് ഫർഹത്താൻ എന്ന നിലയ്ക്ക് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിരുന്നത് നമ്മുടെ നോമ്പ് എങ്ങനെയാവണം? വസിയാമു ജുന്ന, നോമ്പൊരു പരിചയാകുന്നു എന്നാണ് പ്രവാചകൻ വിശദീകരിച്ചത്. എന്താണ് പരിചയ എന്ന് നമുക്കറിയാം. മുമ്പ് കാലങ്ങളിൽ യുദ്ധരംഗത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പ്രതിരോധായുധമായിരുന്നു പരിചയ. ഇന്ന് പ്രതിരോധത്തിൽ ആധുനികമായ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ, ഇന്ന് മിസൈലുകൾ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ, ഇങ്ങോട്ട് വരുന്ന വെട്ടിനെ തടുക്കുവാൻ അല്ലെങ്കിൽ അമ്പിനെ തടുക്കുവാൻ ഉപയോഗിച്ചിരുന്ന പരിച
നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സകലമാത തിന്മകളെയും തടുക്കുവാനുള്ള ഒരു പരിചയമായി, ഒരു രക്ഷാകവചമായി ഉപയോഗിക്കുന്നത് പോലെ ആ രക്ഷാകവചമാണ് നോമ്പ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ ആ നൽകിയിരിക്കുന്ന ഹദീസിന്റെ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും നമ്മെ പ്രതിരോധിക്കാൻ ആ പരിചയ കൊണ്ട് സാധിക്കുന്നു എന്നാണ് ഹദീസുകൾക്ക് വിശദീകരണം നൽകി നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് നരകത്തെ തടുക്കാൻ കഴിയുന്ന ഒരു പരിചയമായി, തിന്മകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പരിചയമായി നോമ്പിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. തുടർന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വൈദാ കാന യൗമു അഹദിക്കും ഫലം യർഫുസ് വലാ യസ്ഫർ. ആരെങ്കിലും നോമ്പെടുത്തു, പിന്നീട് അവൻ അനാവശ്യമായ വർത്തമാനങ്ങളില്ല, വേണ്ടാത്തരങ്ങളില്ല, തോന്നിവാസങ്ങളില്ല, തിന്മകളില്ല, അധർമ്മങ്ങളില്ല, എന്നിട്ടോ ഫൈൻ കാന സ്വാബഹു അഹദുൻ ഔ ഖാതലഹു, ഇനി ആരെങ്കിലും അവനോട് ഇങ്ങോട്ട് ശണ്ടക്ക് വരികയും അവനോട് ബഹളം വെക്കുകയും അവനുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്താൽ പോലും അവന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സ്വാഇം, ഞാൻ നോമ്പുകാരനായ ആളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒഴിഞ്ഞു മാറും എന്നാണ്. അങ്ങോട്ട് തർക്കിക്കാനില്ല, അങ്ങോട്ട് ചീത്ത പറയാനില്ല, അങ്ങോട്ട് മറ്റ് അപരാധികളുമായി പോകുന്നില്ല. ഇങ്ങോട്ട് ആ നിലക്ക് തിന്മകളും അധർമ്മങ്ങളുമായി കടന്നു വരുന്നവനോട് ഞാൻ നോമ്പുകാരനാണ് എന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു ആത്മസംയമനം. അതുകൊണ്ടാണ് സൗം എന്ന പദത്തിന് യഥാർത്ഥത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന അർത്ഥം സംയമനം എന്നുള്ളതാണ്. ഈ സംയമനമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടത്. പ്രവാചകൻ വീണ്ടും വിശദീകരിക്കും, നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും കള്ളമായ വാക്കുകൾ, വ്യാജമായ വർത്തമാനങ്ങൾ ഒഴിവാക്കുന്നു, വൽ അമല ബിഹി, അതനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ആർ മാറി നിൽക്കുന്നുവോ. അപ്പോൾ നോമ്പ് കേവലം പട്ടിണിയല്ല എന്നർത്ഥം. ചീത്തയായ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ആർ ഒഴിഞ്ഞു നിൽക്കുന്നുവോ, അങ്ങനെ അവൻ ഒഴിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ആജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു, അവൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ചീത്തയായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാത്ത നോമ്പുകാരൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് നോമ്പിന്റെ മര്യാദയായി കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ നോമ്പ്, നമ്മുടെ അങ്ങാടിയിൽ വൈകുന്നേരം രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുന്നു, കുറച്ചുറക്ക വർത്താനം പറയും. സ്വാഭാവികമായി നമ്മൾ എന്താ പറയുക, അവിടെ കടന്നു നിൽക്കുമ്പോൾ ഒരു മുസ്ലിം ആണെങ്കിൽ ഉറപ്പാണ് നമ്മൾ വേഗം പറയും നോമ്പാട്ടോ. എന്നാൽ നോമ്പായാൽ അല്പം ചുണ്ടി കൂടുതലായിരിക്കും, വർത്താനം കുറച്ച് ഉറച്ചായിരിക്കും എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ തിരിച്ചാ, ഇങ്ങോട്ടാരെങ്കിലും ചണ്ടക്ക് വന്നാൽ, ഇങ്ങോട്ടാരെങ്കിലും തലയാക്കാൻ വേണ്ടി വന്നാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ആ സംയമനത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉയർത്തപ്പെടേണ്ടത്. ഒന്നുകൂടി വ്യക്തമാക്കട്ടെ, നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ മാത്രമല്ല നോമ്പെടുക്കേണ്ടത്, നമ്മുടെ ജനനേന്ദ്രിയങ്ങൾ മാത്രമല്ല നോമ്പെടുക്കേണ്ടത്, മറിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി നോമ്പെടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് അവിടെ നൽകിയിരിക്കുന്ന വിശദീകരണം കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണും നമ്മുടെ അതുപോലെ തന്നെ മിനൽ മഹാരിമി വലിസാനക മിനൽ കദിബ്, നീ നോമ്പെടുക്കുമ്പോൾ നിന്റെ കണ്ണ് നോമ്പെടുക്കണം, നിന്റെ കേൾവി നോമ്പെടുക്കണം, അതുപോലെ തന്നെ നിന്റെ നാവ് നോമ്പെടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി നോമ്പെടുക്കണം. ദഹനേന്ദ്രിയങ്ങൾ മാത്രമല്ല, ജനനേന്ദ്രിയങ്ങൾ മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങൾ കൂടി നോമ്പെടുക്കണം എന്നതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രൂപത്തിൽ നമ്മുടെ നോമ്പിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചിരിക്കുന്ന ഇമാം ഇബ്നുൽ ഖയ്യിം തന്റെ സാദുൽ മആദിൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യം കാണാൻ സാധിക്കും. അൽ മഖ്സൂദ് മിന സിയാമി ഹബ്സുൻ നഫ്സ് അനിശ്ശഹവാത്ത്. നോമ്പ് അതിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ ദേഹേച്ഛകളിൽ നിന്നും കടിഞ്ഞാണിട്ട് നിർത്തുകയാകുന്നു. നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ താല്പര്യം, നമ്മുടെ ഏറ്റവും വലിയ ഇച്ഛകളാണ് ഒന്ന് വിശപ്പ്, മറ്റൊന്ന് ദാഹം, മറ്റൊന്ന് ലൈംഗികമായ വികാരം. നമ്മൾ ആലോചിച്ചു, ലോകത്ത് നടക്കുന്ന സകലമാന തെറ്റും പാപവും കുറ്റവും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായി. കളവും ചൂഷണവും ചതിയും വഞ്ചനയും ഒക്കെ പണം ഉണ്ടാക്കാനാണ്. പണം ഉണ്ടാക്കുന്നതിനാ? തിന്നാനാണ്. സുഖമായിട്ട് തിന്ന് ജീവിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു പറഞ്ഞല്ലോ, തിന്നുകയും കുടിക്കുകയും സുഖിക്കുകയും ഭോഗിക്കുകയും ചെയ്തുകൊണ്ട് മൃഗങ്ങളെപ്പോലെ കഴിഞ്ഞുകൂടാൻ വേണ്ടിയാണ് പലരും ജീവിക്കുന്നത്. ആ തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യനെ അവൻ്റെ തീറ്റയെ നിയന്ത്രിക്കുകയാണ്, അവൻ്റെ വിശപ്പിനെ കടിഞ്ഞാണിടുകയാണ്, അവൻ്റെ ഇച്ഛകളെ മാറ്റിവെക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ലൈംഗികമായ വികാരം. അതിൻ്റെ പേരിലാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേക്കൂത്തുകളും. അതിൻ്റെ ദുരന്തമാണ് നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അതിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിക്കുന്നു. എന്നിട്ട്
അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വൈകാരികമായ ശക്തിയെ കൃത്യമായി ക്രമീകരിക്കാൻ സാധിക്കുകയും എല്ലാവിധ ശീലങ്ങളോടും നമുക്ക് വിച്ഛേദിക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ കട്ട കുടിക്കണം, എന്നാലേ നമുക്ക് യഥാർത്ഥത്തിൽ പല കാര്യങ്ങളും നിത്യജീവിതത്തിലെ നിത്യമായി ചെയ്യേണ്ട ശാരീരികമായ പല കാര്യങ്ങളും നിർവഹിക്കണ തന്നെ രാവിലെ ഒരു ഗ്ലാസ് കട്ടനകത്തെത്തണം പലരും. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങും നമ്മുടെ ശീലം. ആ എല്ലാ ശീലങ്ങളും മാറ്റിവെക്കുകയാണ്. ആ സകലമായ ശീലങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയും നമ്മുടെ വികാരങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഏറ്റവും ഉന്നതമായ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നോമ്പിൻ്റെ ആത്മാവ് കേവലം പട്ടിണി കിടക്കുന്നിടത്തല്ല. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും സമീപനവും എല്ലാം ശുദ്ധമാക്കി വെക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും യഥാർത്ഥ നോമ്പുകാരായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യാ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. റമളാനിൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് അതിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് അതിൻ്റെ അന്തഃസത്തയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ലക്ഷ്യം നമുക്കറിയാം, സ്വർഗപ്രവേശമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, റമളാൻ കടന്നു വരുന്നതോടുകൂടി തുഫത്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും എന്നാണ്. ചില ഹദീസുകളിൽ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നിവയെ കാണാൻ സാധിക്കും. നോമ്പിൽ നമ്മൾ ഒരുക്കുന്നതിനേക്കാൾ മുമ്പേ അള്ള ഒരുങ്ങി. അത് വെച്ചോക്കും, നമ്മൾ അള്ള റെഡിയായി നമുക്ക് വേണ്ടി ആകാശ കവാടങ്ങൾ തുറന്നു വെച്ചു, സ്വർഗ കവാടങ്ങൾ ഉറക്കു വെച്ചു, നരകത്തെ കവാടങ്ങൾ ബന്ധിച്ചു വെച്ചു, പിശാചിനെ ബന്ധനസ്ഥനാക്കി, പാപമോചനത്തിന് വേണ്ടി കാത്തിരിക്കും. നമ്മൾ തയ്യാറുണ്ടോ? അതാണ് ചോദ്യം. അത് ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയോ? മാനസികമായി നമ്മൾ അതിന് സന്നദ്ധമായിട്ടുണ്ടോ? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മരണം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്ന തികച്ചും ശാന്തമായ സമാധാനമടഞ്ഞിരിക്കുന്ന ആത്മാവിൻ്റെ ഉടമകളെ, ആത്മാക്കളെ മലക്കുകൾ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്ന രംഗം നമ്മൾ പലപ്പോഴും വിശദീകരിച്ചതാണ്. ആ സന്തോഷത്തോടു കൂടി നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കപ്പെടണം. എന്നിട്ട് അല്ലാഹു നമ്മളോട് പറയുന്നു, ആ മലക്കുകൾ ആ സമയത്ത് പറയുന്ന വാക്കുകൾ, ഇർജി ഇലാ റബ്ബിക റാളിയതൻ മർളിയ, നിങ്ങൾ പൂർണ്ണമായി സംതൃപ്തരായിക്കൊണ്ട്, ആ സംതൃപ്തിക്ക് വിധേയമായിക്കൊണ്ട്, അഥവാ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ അമലുകളിൽ നമ്മൾ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, സ്വന്തം നമ്മൾ സംതൃപ്തരായിരിക്കണം. രണ്ടാമത്തത്, നമ്മുടെ കർമ്മം സ്വീകരിക്കേണ്ട പടച്ച തമ്പുരാൻ നമ്മെക്കുറിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മുടെ അമലുകളെക്കുറിച്ച് പൂർണ്ണമായി സംതൃപ്തിയോടുകൂടി നമ്മൾ അമലുകൾ ഏറ്റെടുക്കണം. ഇത് രണ്ടും ഉണ്ടാകുന്ന മാനസികാവസ്ഥയോടുകൂടി നല്ല ആത്മാക്കളെ അള്ളാഹുവിൻ്റെ മലക്കുകൾ സാക്ഷ്യം സ്വാഗതം ചെയ്യുന്ന മനോഹരമായ രംഗമാണ് നമ്മുടെ മുമ്പിൽ അള്ളാഹു വരച്ചു കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു മഹത്തായ ഗോൾ സെറ്റ് ചെയ്യുക, ആ ഗോളാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ റമളാനെ ആഗ്രഹിക്കുകയും അതിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അപ്പോൾ നമ്മളോട് പറയും, അമ്പിയാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, അങ്ങനെ ഏറെ പ്രിയങ്കരായിരിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളോടൊപ്പം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന മനോഹരമായ രംഗമാണ് അള്ളാഹു വരച്ചു കാണിക്കുന്നത്. അവിടെ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതിലൊന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ്. ഒന്ന്, നിയ്യത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഉദ്ദേശം അനുസരിച്ച് കൊണ്ടാണ്. അപ്പോൾ നോമ്പിനും നിയ്യത്തുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ നിയ്യത്ത് എന്നുള്ളത്, ഇബാദത്തുകളുടെ നിയ്യത്ത് വാചികമായി പറയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ആകപ്പാടെ വാചികമായി പറയാൻ പഠിപ്പിച്ചു എന്ന് പറയുന്ന രണ്ട് സന്ദർഭങ്ങൾ, ഒന്ന് ഉംറയുടെയും ഹജ്ജിൻ്റെയും സന്ദർഭം മാത്രമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ. ഉംറയിലും ഹജ്ജിലും പ്രവേശിക്കുന്ന സമയത്ത് വാചികമായി അത് ഉച്ചരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നിയ്യത്താണ് എന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് നമുക്ക്
ആകപ്പാട് നെയ്യത്ത് എന്നുള്ളത്. ബാക്കി നമസ്കാരത്തിനോ നോമ്പിനോ സക്കാത്തിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നെയ്യത്തുണ്ടാകണം. പക്ഷേ അത് അങ്ങനെ ഞാൻ നോമ്പെടുക്കുന്നു എന്നോ ഞാൻ നമസ്കരിക്കുന്നു എന്നോ ഞാൻ സക്കാത്ത് കൊടുക്കുന്നു എന്നോ പ്രഖ്യാപിക്കലല്ല. ആ പ്രഖ്യാപനം ഹജ്ജിൻ്റെയും ഉംറയുടെയും കാര്യത്തിൽ മാത്രമാണ് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചത്. പിന്നെ എന്താ? അത് നമ്മുടെ മനസ്സാണ്. അൽ ഖസ്ദു വഹിയ അസ്മത്തുൽ ഖൽബ്. നമ്മുടെ മനസ്സിൻ്റെ ദൃഢമായ തീരുമാനമാണ്, മനസ്സിൻ്റെ ഉറപ്പാണ്, നമ്മുടെ മനസ്സിൻ്റെ കരുതലാണ് നിയ്യത്ത് എന്ന് അവിടെ ഇമാം നവവി നമുക്ക് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും യഥാർത്ഥത്തിൽ പ്രവാചകൻ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നോമ്പിനെ സംബന്ധിച്ച് ലാ സിയാമ ലഹു ലിമൻ ലം യുബയ്യിതുഹു മിനൽ ലൈൽ. നാളെ നോമ്പെടുക്കുമ്പോൾ പ്രഭാതത്തിൽ നോമ്പാരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായ ഫർളായ നോമ്പുകൾക്ക് അതിനു മുമ്പേ നമുക്ക് നിയ്യത്തുണ്ടായിരിക്കണം എന്നാണ്. സുന്നത്തായ നോമ്പുകൾ രാവിലെ അങ്ങനെ അനുഭവം ഉണ്ടായത് പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഒന്നും ഭക്ഷണം കിട്ടാനില്ല, എന്നാൽ ഞാൻ നോമ്പാ എന്ന് പറഞ്ഞ അവസരം ഉണ്ടായി. ആ സുന്നത്ത് നോമ്പുകൾക്ക് മാത്രം ബാധകം. മറ്റു നോമ്പ്, നിർബന്ധമായ നോമ്പ്, റമദാനിന്റെ നോമ്പ്, നോമ്പെടുക്കുന്നതിന് മുമ്പേ, നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിൽ ഉറച്ച തീരുമാനം ഉണ്ടാകണം. അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പം നാളെ നോമ്പാണ്, ഞാൻ നോമ്പെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. എങ്കിലും ആ ഉദ്ദേശത്തോടു കൂടി തന്നെ നോമ്പിനെ നമ്മൾ ആരംഭിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം നോമ്പാണ് എന്നുള്ള മനസ്സിൻ്റെ ആ തീരുമാനം അത് കൃത്യമായി നമുക്ക് നോമ്പ് ആരംഭിക്കുന്ന തന്നെ നിർബന്ധമായ നോമ്പുകൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി നോമ്പ് ആരംഭിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, നോമ്പ് അത്താഴത്തോടു കൂടി ആരംഭിക്കുക എന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. എന്ത് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യവും ശാരീരികമായ പ്രകൃതവും അതിൻ്റെ ആരോഗ്യാവസ്ഥയും നമ്മുടെ നാട്ടു നടപ്പ് നമുക്ക് വിടാം. അതിൽ നമ്മൾ തർക്കിച്ച് സമയം കളയേണ്ടതില്ല. മറിച്ച് എന്തെങ്കിലും അത്താഴത്തോടു കൂടി നോമ്പ് ആരംഭിക്കുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ നമുക്ക് സ്വഹാബികൾ നമുക്ക് വിശദീകരിച്ചിരുന്നതായി കാണാൻ സാധിക്കും. ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസിൽ തന്നെ അന്നഹും തസഹറു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ദഹബു ഇല സ്വലാത്ത്. പിന്നെ ഞങ്ങൾ നമസ്കാരത്തിന് വേണ്ടി സുമ്മ ഖാമു ഇല സ്വലാത്ത്, ഞങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്ന് സുബൈ നമസ്കാരത്തിന് വേണ്ടി പോയി. അത്താഴം കഴിഞ്ഞതിന് ശേഷം സുബൈ നമസ്കാരത്തിന് വേണ്ടി പോയി. ഖുൽതു കം ബൈനഹുമാ, ആ രണ്ടിനുമിടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ഖദ്റു 50 ഔ 60, യഅനി ആയ 50 അല്ലെങ്കിൽ 60 എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയത്ത് ഓതുന്ന സമയം. 50ഓ 60ഓ ഖുർആൻ ആയത്ത് ഓതാൻ നമുക്ക് എത്ര സമയം വേണമെന്ന് ആലോചിച്ചാൽ കിട്ടും. ഒരു 10-15 മിനിറ്റ് വരും, അതുപോലും വേണ്ടി വരില്ല പലരും. അപ്പോൾ അത്രയും ചുരുങ്ങി ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഹദീസുകൾക്ക് വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത് തഹീറു സൂർ ഇലാ ഖരീബി ബിൽ ഫജർ എന്നാണ്. അഥവാ അത്താഴം നമ്മുടെ ഫജറിനോട് അടുപ്പിച്ചാവുക എന്നതിനാണ് ഈ ഹദീസ് തെളിവാകുന്നത് എന്ന് വിശദീകരിക്കപ്പെടുന്നു. അപ്പോൾ സുബൈൻ്റെ മുമ്പ്, സുബൈ ബാങ്കിൻ്റെ കുറച്ച് മുമ്പേ ഉള്ള സമയമാണ് അത്താഴത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. എന്തെങ്കിലും അത്താഴത്തോടു കൂടി ഒരു ഈത്തപ്പഴമായിരുന്നാലും ശരി, എന്താണോ ഓരോരുത്തർക്കും അനുയോജ്യമായത് അതോടുകൂടി ആരംഭിക്കുക എന്നുള്ളതും നിയ്യത്തോടു കൂടി ആയിരിക്കുക എന്നുള്ളതുമാണ്. മറ്റൊരു കാര്യം, നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെ സംബന്ധിച്ചിടത്തോളം ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ലിൽ ഫിത്ർ, നോമ്പ് തുറക്കാനുള്ള സമയമായി എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ ഉടനെ തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളതാണ് പുണ്യകരമായിട്ടുള്ളത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്തുള്ള പ്രാർത്ഥന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ദഹബല്ലമഉ വബതല്ലത്തുൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. എൻ്റെ വിശപ്പും ദാഹവും ഒക്കെ മാറി നാടി നരമ്പുകളൊക്കെ നനഞ്ഞു, എനിക്ക് അള്ളാഹുവിങ്കൽ പ്രതിഫലം ഉറപ്പായി എന്ന് പറഞ്ഞാൽ ഉറപ്പായ പ്രതിഫലം ഞാൻ നാദാ നിന്നോട് ചോദിക്കുന്നു, പ്രതിഫലം ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് കുലൂ വശറബൂ വലാ തുസ്രിഫു, തിന്നുകയും കുടിക്കുകയും ചെയ്യുക, പക്ഷേ ഇസ്രാഫ് ഉണ്ടാകരുത്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഒരിക്കലും ദുർവ്യയം ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. പകല് തിന്നാത്തതിൻ്റെ ഇരട്ടി മുഴുവനും രാത്രി തിന്നു തീർക്കണം എന്ന ഒരു സ്വഭാവത്തിൽ നമ്മുടെ നോമ്പുകൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ഭക്ഷണം നമുക്ക് ആവശ്യത്തിനായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. ആ ആവശ്യത്തിനുള്ള ഭക്ഷണം ഇസ്രാഫ് ഉണ്ടാകരുത്, ദുർവ്യയം ഉണ്ടാകരുത്, ദൂർത്തുണ്ടാകരുത്. നമ്മളൊക്കെ പലരും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൈ വിരലുകളൊക്കെ വടിച്ചു തിന്നുക എന്നുള്ളത്. ഒരു ഭയങ്കര ഏർപ്പാടൊന്നുമല്ല, മതം വളരെ പുണ്യകരമായി പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പം അങ്ങനെ വടിച്ചു തിന്നുന്ന, കയ്യും പ്ലേറ്റും ഒക്കെ വടിച്ചു തിന്നുന്ന നമ്മൾ ഒരുപാട് ഭക്ഷ്യവസ്തുക്കളെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തട്ടുന്നു എങ്കിൽ ഇതിനെന്താ അർത്ഥമാവുള്ളത്? അത് അള്ളാഹുവിനെ കളിയാക്കലല്ലേ? കൈ വടിച്ചു തിന്നു, ഒരു പറ്റുപണി പോലും ബാക്കിയില്ലാതെ പിടിച്ചു തിന്നു, ഒരുപാട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തട്ടുകയും ചെയ്യുന്നു. അതുണ്ടാകരുത്.
അവിടെയൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച ആശയം നമ്മുടെ സഹോദരിമാർ ചോദിക്കാറുണ്ട്, നോമ്പ് തുറക്കാൻ നേരത്തെ ഒരാൾ വന്നാൽ എന്താക്കും? ഒന്നും ആക്കാനില്ല, ഒന്നും ബേജാറാനില്ല. റസൂൽ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? 2 ആളുകളുടെ ഭക്ഷണം 3 ആളുകൾക്ക് മതിയാവും, 3 ആളുകളുടെ ഭക്ഷണം 4 ആളുകൾക്കോ 5 ആളുകൾക്കോ മതിയാവും. അതിനാ ബർക്കത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല ബർക്കത്ത്. ബർക്കത്ത് എന്നുള്ളത് നമ്മൾ വിചാരിക്കാതെ നമുക്ക് ആ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെ ഉണ്ടാവും. നമുക്ക് 2 ആൾക്ക് മാത്രം ഉണ്ടാക്കി, നമ്മൾ ആകെ രായും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. നമുക്ക് 2 പേർക്കുണ്ടായ ഭക്ഷണം ഒരാൾ കയറി വന്നാൽ അത് ഭയങ്കര ബർക്കത്താണ്. അതിന് അതിഥി കഴിച്ചാലും ബാക്കിയുണ്ടാവും. ആ ബർക്കത്ത് മനസ്സംതൃപ്തിയാണ്. അതുകൊണ്ട് നമ്മൾ വേസ്റ്റേജിൻ്റെ കാര്യം ഗൗരവത്തോടു കൂടി കാണുകയും ദുർവ്യയം സംഭവിക്കാതിരിക്കുകയും ഇസ്രാഫില്ലാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നല്ല ഒരു നോമ്പായി ഈ റമദാൻ നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നു പോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മിൽ തന്നെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. നമ്മുടെ പള്ളിയിലുള്ള നമ്മുടെ ഒരു സഹോദരൻ്റെ ഭാര്യ രോഗം കാരണം പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ രോഗം അല്ലാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മറ്റു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മറ്റനവധി രോഗികളുണ്ട്. അങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കൂടിയിരിപ്പുകാരുണ്ട്. അവരുടെ എല്ലാം രോഗം അല്ലാഹു ഷിഫയാക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മൂമിനുകൾ, മൂമിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റമദാനിൻ്റെ വെറും ദിനരാത്രങ്ങൾ കൂടുതൽ പുണ്യം ചെയ്യുവാൻ, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ ആരോഗ്യത്തോടു കൂടി നോമ്പനുഷ്ഠിക്കുവാനും മറ്റ് ഇബാദത്തുകൾ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തരികയും അതിനനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരികയും ചെയ്യണമേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കഷ്ടപ്പെട്ടു പിടിക്കുന്ന സഹോദരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ആളുകളുണ്ട്. നമ്മുടെ രാജ്യത്ത് പോലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുണ്ട്. അത്തരം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശവും നമ്മുടെ ശരീരത്തുമെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ സത്യവിശ്വാസികൾക്കും സൗകര്യമൊരുക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് വളർന്നു വരുന്ന പ്രവണത, മനുഷ്യർക്കിടയിൽ ക്രിമിനൽ പ്രവണത വളർന്നു വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തെളിവുകളാണ് മനുഷ്യൻ്റെ മനുഷ്യത്വം നശിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ന്യൂജൻ അവരെങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ നിലയ്ക്ക് നല്ല ഒരു തലമുറയെ, നല്ല സന്താനങ്ങളെ, നല്ല ഒരു യുവ സമൂഹത്തെ ഇന്നുള്ള ആ ക്രിമിനൽ മനോഭാവത്തിൽ മാറി മനുഷ്യ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ സന്ദേശങ്ങൾ നിലനിൽക്കുവാനും നമ്മുടെ നാട്ടിലും കുടുംബത്തിലും സമാധാനം നിലനിൽക്കുവാനും നാഥ നീ ഞങ്ങളെയും കുടുംബങ്ങളെയും നാടിനെയും അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. الله ربنا تقبل منا صيامنا وصلاتنا وقيامنا وأعمالنا وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا صيامنا وصلاتنا وقيامنا وأعمالنا وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا صيامنا وقيامنا وأعمالنا وتب علينا إنك أنت التواب الرحيم. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.